ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇതുപോലത്തെ ഒരു ഡിസൈൻ കണ്ടിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലിൽ നമുക്ക് ഈ അമ്പലങ്ങളിലോ അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. അതിൽ ഇതുപോലത്തെ ഒരു ഹാൻഡ് വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്കിൻ്റെ താഴ്വശത്തേക്ക് ഒരു വി ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്കിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ക്യാൻവാസ് വെക്കുന്നില്ല, ലൈനിങ് മറച്ചിട്ട് അടിക്കുന്നത് കൊണ്ടാണ് 1/2 ഇഞ്ച് വിട്ടിട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചൊരു ഫ്ലവർ കണ്ടില്ല, ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഷുഗർ ബീഡ്സ് അല്ല, അതിനേക്കാളും കുറച്ച് വലിയൊരു ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു ബീഡ്സ് കൊടുത്തിട്ട് പിന്നെ അതിന് ചുറ്റുമായിട്ട് നമുക്ക് ബീഡ്സ് ഒന്ന് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 6 ബീഡ്സോളം അതിന് ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. 6 ഒന്നിച്ച് സൂചിയിൽ കോർത്തെടുത്തിട്ട് നമ്മൾ റൗണ്ടിൽ വെച്ചിട്ട് ഇടയിലിടയിൽ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഫ്ലവറിൻ്റെ ഉള്ളിലത്തെ ബീഡ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ശരിക്കും നെക്ക് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നല്ലൊരു ലൈറ്റ് കളർ ചോക്ക് ഉപയോഗിച്ചിട്ടാണ് വരച്ചത്. അതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്ക് പോലെ വരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ വി ഷേപ്പ് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ആ വി ഷേപ്പ് കൊടുത്തിട്ട് ആ ഷേപ്പിലെ തന്നെ നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഫുള്ള് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ വീലേ കൂടി തന്നെ നമുക്കൊന്ന് ഷുഗർ ബീഡ്സ് വെച്ച് ചെയ്യാം. നമ്മൾ ഉള്ളിൽ ഇപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് അതിന് ശേഷം അതിന് ചുറ്റും ത്രെഡ് വർക്ക് കൊണ്ട് ചെയ്യുക. ഞാനിവിടെ എംബ്രോയ്ഡറിയിൽ ചെയ്യുന്ന നൂല് എടുത്തിട്ടുണ്ട്. അതിലൊരു തണ്ട് മൊത്തം എടുത്തിട്ടുണ്ട്. ഒന്നിൽ ഏകദേശം ഒരു 6 നൂലോളം വരുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ റിംഗ് നോട്ടാണ് ചെയ്യുന്നത്. നൂല് ഇതുപോലെ എടുത്തിട്ട് സൂചിയിലേക്ക് 2 പ്രാവശ്യം നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം 3 പ്രാവശ്യം ചുറ്റാന്ന് വിചാരിച്ചു. പിന്നെ 3 പ്രാവശ്യം ചുറ്റൊരു ഭംഗി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് 2 പ്രാവശ്യം ചെയ്തെടുക്കുന്നുള്ളൂ. 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ എവിടെയാണോ സൂചി മുകളിലിട്ടെടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ കുത്തിയിട്ട് താഴത്തേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അതിന് റൗണ്ടിൽ ഫുള്ളായിട്ട് നമുക്ക് റിംഗ് നോട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാം.
നമ്മൾ എല്ലാ ഫ്ലവർ അതുപോലെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അടുത്തടുത്തടുത്ത് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗർ ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ കളർ വരുന്ന കട്ട് ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ നടുവിലൊരു ഗോൾഡൻ കളർ ഒരു ബീഡ്സ് ചെയ്തില്ലേ, അതിൻ്റെ ചെറിയ സൈസിലുള്ള ബീഡ്സ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ആ ഒരു ബീഡ്സും കൂടി ഉപയോഗിച്ചിട്ടാണ് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കുന്നത്. അടുത്തടുത്തായിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബാക്ക് സ്റ്റിച്ച് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അടുത്തടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഗമ്മ് വെച്ചിട്ടും ചെയ്യാം. B7000 പറയുന്ന ഗമ്മുണ്ട്, അതെടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അതാകുമ്പോൾ ചിലപ്പോൾ ഇളകി വരും. ഇതാകുമ്പോൾ നമുക്ക് നല്ല ടൈറ്റിൽ കിട്ടും. നമ്മൾ കൈയോട് തുന്നിയെടുക്കുമ്പോൾ കുറച്ച് ക്ഷമ വേണം, അതുപോലെ ഒരുപാട് സമയം എടുക്കും എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ടും ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടു നോക്കാം. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലിനെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേപോലത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്